ആശാന്റെ അടുത്ത് പോയിട്ട് ആശാന്റെ മോളെ വളച്ചോ. സ്ത്രീകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവം ഇവരുമായിട്ട് സംസാരിച്ച് ഇനി ഉണ്ടാകാൻ പോകുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിനേക്കാളും മോശമായി. പണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് തമ്മിൽ വ്യത്യാസം. പണ്ട് എല്ലാവരും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം, ഇപ്പൊ നോക്കുമ്പോ അതിനേക്കാളും മോശമാണ്. ആണുങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ നോക്കാം വൈകിട്ട് ഇവൻ രണ്ടെണ്ണം അടിക്കണവനാണോ എന്നൊക്കെയുള്ള, വൈകിട്ടൊക്കെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അവരോട് താല്പര്യം കൂടും. സിദ്ദിഖ്ലാലിലെ ലാലേട്ടൻ അങ്ങനത്തെ ഉച്ചയാകുമ്പോ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ മണ്ടിപ്പെണ്ണേ എന്നൊക്കെ പറഞ്ഞാണോ. നാളത്തെ ഒരു പടം റിലീസായി കഴിഞ്ഞാൽ, ഡിസംബർ റിലീസായി കഴിഞ്ഞാൽ നമ്മളോട് വരുമ്പോഴേക്കും മാർച്ചാവും അടുത്ത വർഷം. ഹിന്ദി പാട്ടാണ് ചോലി കെ പീച്ചെ. ആ പാട്ടിന്റെ അർത്ഥമൊന്നും എനിക്കൊന്നും അറിയില്ല. ഞാൻ പാട്ട് പാടി ഡാൻസ് കളിക്കും, അതാണ് എന്റെ ഐറ്റം. ഞാൻ ഇരട്ട കണ്ടപ്പോ ഞാൻ ജോജിയോട് പറഞ്ഞു, ജോജു അടിപൊളി, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പറയുന്നത് എനിക്ക് സൈക്കോന് ചെയ്താ ഭയങ്കര അടിപൊളിയായിരിക്കും, നിനക്ക് അത് പറ്റും, നീ അത് ചെയ്താ നീ സൂപ്പർ ആയിരിക്കും. എന്തെങ്കിലും ഒരു ഇവരൊക്കെ ഫൈറ്റ് കാണുമ്പോൾ നമ്മളും കൊതിക്കും, നമുക്കൊന്നും ഒരാണ്ട് ഇടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കിട്ടുന്ന സംഭവം 5 ദിവസത്തേക്ക് ഡയറക്ടർ ഉണ്ടാവില്ല. എല്ലാ ഡയറക്ടർമാരും അല്ല, ചില ഡയറക്ടർമാർ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകും. നിങ്ങൾ അനാവശ്യമായിട്ട് സ്ഥലത്ത് പോയി തല്ലി കഴിഞ്ഞാൽ ആര് തല്ലിയിട്ടും കാര്യമില്ല. മോഹൻലാൽ തല്ലിയിട്ടും കാര്യമില്ല, മമ്മൂട്ടി തല്ലിയിട്ടും കാര്യമില്ല. പക്ഷെ വേണ്ട സ്ഥലത്ത് തല്ലിയാലും ആര് തല്ലിയാലും ഓക്കെ. MG റോഡിൽ അന്ന് നമ്മൾ കയറഴിച്ച് വിടും, എന്നിട്ട് ഓരോ ഇതിന്റെ മുകളിലും ക്യാമറ വെച്ചേക്കും. എന്നിട്ട് നമ്മളോട് ബസ്സിൽ കയറുക, തല്ലുക. അപ്പൊ ഒന്നും അറിയില്ല. നമ്മളിവിടുന്നേ പറയും ആ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് മറ്റേ ചാടും നിങ്ങൾ പുറകെ കൂടി പോയിട്ട് മറ്റേ ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ വരും. അപ്പൊ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഇതിലേ കയറിയിട്ട് അതിലിറങ്ങണം. നമ്മൾ ബസ്സിൽ കയറി ഇവർ പിടിച്ചിട്ട് ഇവര് നല്ല ഇടി നമ്മള് ഷൂട്ടാന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുമില്ല. ഇങ്ങനെ മസിലും പിടിച്ചത് നമ്മുടെ ഇവർ നിന്നാലും കാശാ. ഒരു 10-40 ദിവസമായിട്ട് ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ടിരിക്കണോണ്ട് ശല്യങ്ങളില്ല, ഒരാളും വിളിക്കണില്ല. മറ്റേതെന്തോ ഒരു ഫോൺ വിളികളായിരുന്നു പറയും, മനുഷ്യരില്ല. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കും, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ മാരീഡാണ്, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് മാരീഡാണ്, 9ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. കുടുംബ കോടതി അതിന് മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ഇങ്ങനെ വന്ന് 20 വയസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യമല്ല ബഹുമാനപ്പെട്ട ജഡ്ജി, ഞാനിപ്പോ 28 വയസ്സിൽ ചിന്തിക്കുന്നത്. ദാരിദ്ര്യമാണ് മുഖമുദ്ര. അന്നതൊക്കെ ദാരിദ്ര്യമാണ്, എങ്ങനെ ഒരു കഞ്ഞി കുടിക്കാൻ പറ്റും. അവിടെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കണ്ടില്ലേ, കുട്ടികളെ വേണ്ട. ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം എൻ്റെ കുടുംബത്തിലെ കാര്യമാണ്. 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് ഗർഭിണിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുജിച്ചു നോക്കുന്ന കാലഘട്ടത്തിൽ കൂടി ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. അതിന് പകരം പട്ടികളെ നോക്കും. അത് ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. ഇനി ഇതിന്റെ പേര് വിവാദത്തിന് ഞാൻ പോകാനായിട്ട് അറിയാം. പക്ഷെ ഒരു കുട്ടീനെ ഇന്നിപ്പോ നോക്കിയോ, നമ്മളിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിന് പറഞ്ഞ ഭയങ്കര ഉണ്ടാവും. പട്ടീനെ അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ മോൻ എന്നൊക്കെ പറയും. നിങ്ങളുടെ പാരന്റ്സ് ചിന്തിച്ചിരുന്നെങ്കിൽ ഉണ്ടാവുമല്ലോ. നല്ല തീരുമാനമായിരുന്നു. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ കാട്ടിലിനി കാട്ടുതീ ചോരത്തീ പടരാൻ ഒരുങ്ങുകയാണ്. റേച്ചൽ വരികയാണ്. വിശേഷങ്ങളുമായി ചേരുന്നു ബാബുരാജേട്ടൻ, രാധിക ആൻഡ് റോഷൻ ബഷീർ. വെൽക്കം. താങ്ക് യു ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ട്രെയിലർ കണ്ട സമയത്ത്. കാരണം കാട് പശ്ചാത്തലമാകുന്ന സിനിമകൾ നമുക്ക് ഉള്ളതെല്ലാം അടിപൊളിയാണ്. നമുക്ക് മലയാള സിനിമയിൽ കാട് കാണിച്ച സിനിമകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്കാണ് വീണ്ടും ഒരു കാടും പശ്ചാത്തലമാകുന്ന കുറച്ചധികം പോത്തുകളുള്ള ഒരു സിനിമ, അതും ഹണി റോസിനെ പോലുള്ള ഒരു നായിക ലീഡ് ചെയ്യുന്ന ഒരു കഥാപാത്രം റേച്ചൽ വരികയാണ്. സോ എന്താണ് സിനിമയെ പറ്റി ജസ്റ്റ് ഒരു 1 ലൈൻ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും ചോദിച്ചിട്ട്? സിനിമ ഞാൻ പറയാം, ഇപ്പം മണ്ണിന്റെ മണമുള്ള എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ വന്നിട്ട് കുറച്ച് നാളായി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്, കാരണം അങ്ങനെയുള്ളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമുക്കെല്ലാം തികഞ്ഞു എന്ന് നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും തോന്നാം, സംതൃപ്തി കിട്ടുന്നു. കാരണം മറ്റേത് നമ്മളിപ്പോൾ മിക്കവാറും സിനിമകളിൽ ഈ ക്യാരക്ടറിനൊന്നും ഒരു കുടുംബം ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, അച്ഛൻ ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല. അങ്ങനെയില്ലാത്ത ക്യാരക്ടറിലാണ് ഇഷ്ടം പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാറിയിട്ട് ഒരു കുടുംബത്തിൻ്റെതായ സെറ്റപ്പിലൊക്കെ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. വളരെ വിരളമാണല്ലോ ഇപ്പോൾ നമ്മൾ നോക്കാമല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്ത കാര്യത്തിൽ ഒരു മുത്തച്ഛൻ, അതിനൊരു അപ്പൻ, അമ്മ, അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള സിനിമകളാണ്. അപ്പോൾ അവിടെ നെടുമുടി വേണിച്ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മാളച്ചേട്ടൻ, അങ്ങനെയുള്ള ശങ്കരാടി ചേട്ടൻ, ഒരു അമ്മാവൻ, സത്യനന്ദിക്കാട് സാറിൻ്റെ തന്നെ അല്ല, എല്ലാവരും പടം എടുത്താലും ഒരു കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണ് കഥ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ. അത് മാറിയിട്ട് ഇപ്പം നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഒരു 2 വ്യക്തികളുടെ അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റൻറ്റ് അതിനെ വെച്ചിട്ടുള്ള സിനിമകളായി മാറി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ
ഈ സിനിമ റേച്ചലിൻ്റെ കഥ എൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് താഴ്വാരം പോലുള്ളൊരു മൂടാണ്. ഭരതൻ സാറിൻ്റെ ഒക്കെ താഴ്വാരം പടത്തിൻ്റെ അതൊക്കെ ഇപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടിരുന്ന് കാണുന്ന പടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിവെഞ്ചിൻ്റെ ഒരു കഥയാണ്. എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സിനിമ. അതൊരു ഒരു പെൺ നായികയായിട്ട് വരുന്നു, മറ്റൊരു വനിത ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതിനകത്ത് ചെയ്യുന്നതിൽ. പിന്നെ ഈ സിനിമയിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്നേഹം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ രക്തച്ചൊരിച്ചിൽ ഇതെല്ലാം അടക്കമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യെസ്. രാധിക ശരിക്കും ആക്ടർ ആവണം എന്ന് ഒരാഗ്രഹം ഇല്ലാതിരുന്ന, അല്ലെ, എവിടെയും അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉപബോധ മനസ്സിൽ പോലും ജനിക്കാത്തൊരാൾ. അയാളൊരു സത്യം. അതെ, ഞാൻ ഈ കൊറോണ ടൈമിൽ ഈ ചെറിയ ആഡ് ഷൂട്ട്സിനൊക്കെ ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചെയ്യുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ചമ്മല ചെയ്യാതിരുന്നതാ. അല്ലെ, കല തേടി വന്ന ഒരാളാണ്, അല്ലെ, കലാകാരൻ ശരിക്കും കലയെ തേടി പോകാൻ. പക്ഷേ ഈ റേഡിയോ എന്നൊക്കെ പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? അല്പം ഇതുമായിട്ടൊരു ടച്ച് ഇല്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, സോ എങ്ങനെയാണ് കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അപ്പലിനാണ് നമ്മൾ കുറച്ചുകൂടി ഒരു ബൗൾഡ് ആയിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകത്തിനുള്ള പക്വതയാർന്നൊരു കഥാപാത്രമാണ് നമ്മൾ അപ്പലിൽ കണ്ടത്. ദെൻ ബാക്ക് ടു റേച്ചലിലേക്ക് വരികയാണെങ്കിൽ എന്ത് തരം കഥാപാത്രമാണ്? റേച്ചലിലും ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾഡ് എന്നുള്ളൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും അവര് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് നമുക്ക് നമ്മുടെ കൂടെ സത്യസന്ധരായിട്ട് കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. എന്ത് വന്നാലും ഇപ്പൊ ആഷിക്കിന് വേണ്ടി എന്ത് ചെയ്യാനും റെഡി ആയിട്ടുള്ള എത്ര പേരുണ്ടാവും. ചോദ്യമാണ്. അപ്പൊ അതുപോലെ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ തെരേസ എന്നുള്ളത്. ആൻഡ് എനിക്ക് അപ്പൻ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കൂടുതൽ ചലഞ്ചിങ് ആയി തോന്നിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു റേച്ചൽ. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷൻ മാത്രമല്ല, അതിൽ ഫൈറ്റ് ചെയ്യാനുണ്ട്, സങ്കടമുണ്ട്, കരയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ഇമോഷൻസ് കുറേയൊക്കെ എല്ലാം കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു തെരേസയുടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചാലഞ്ചിങ്ങും ആയിരുന്നു അറ്റ് ദ സെയിം ടൈം. മൊത്തത്തിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തൊരു സിനിമയാണ് റേച്ചൽ. അപ്പോൾ ഐ ഹോപ്പ് നന്നായിട്ടുണ്ടാവും എന്ന് തന്നെ. ഓക്കെ, ഗ്രേറ്റ്. യെസ്, റോഷനിലേക്ക് വരികയാണെങ്കിൽ വി ആർ കണക്റ്റഡ്. ആക്ച്വലി നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര എനിക്ക് റോഷൻ ഒരു അഡ്മിറേഷൻ ആണ്. ആക്ച്വലി റോഷന്റെ ഒരു സ്റ്റൈൽ ഐക്കണായിട്ട് ഞാൻ കാണുന്ന കുറച്ചധികം ആളുകളിൽ ഒരാളാണ് റോഷൻ. സോ ഐ വിഷ് ടു സേ ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ആൻഡ് മാൻ, ബാക്ക് ടു സിനിമ. ദൃശ്യത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു നായക നടനാവാനുള്ള സോ കോൾഡ് ക്വാളിറ്റീസ്, സമൂഹം കാണുന്ന സോ കോൾഡ് ക്വാളിറ്റീസ് എല്ലാമുള്ള ഫീച്ചേഴ്സ് എല്ലാമുള്ള ഒരു മനുഷ്യന് ഇത്രയധികം ഗ്യാപ്പ് വന്നത് എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും. സോ വാട്ട് ഡു യു തിങ്ക്? ഓഫ്കോഴ്സ് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഇൻറ്റൻഷനലി ചെയ്തതല്ല. അത് അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് നമ്മളെ തേടിയെത്തുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം നമുക്കത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഞാൻ ദൃശ്യം ചെയ്യുന്ന സമയത്ത് 12-13 ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ ഒരു രൂപ ആയിരുന്നില്ല. അപ്പം ആ സമയത്ത് നമുക്ക് കിട്ടിയ കഥാപാത്രങ്ങളും അങ്ങനെയായിരുന്നു. അപ്പം അതുപോലത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ട് പിന്നീട് വീണ്ടും അതേ പാറ്റേണിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ആസ് എൻ ആക്ടർ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞപ്പോൾ ദൃശ്യത്തിൻ്റെ തെലുങ്ക് ഞാൻ ചെയ്തു, തമിഴും ചെയ്തു, പാപനാശം. അപ്പോൾ ആ ബേസിൽ എനിക്ക് തെലുങ്കിലും തമിഴും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. മലയാളത്തിൽ കുറേ നാളുകൾ ശേഷമാണ് ഞാനൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകുന്നത്. സോ ആ ഒരു ഗ്യാപ്പ് ഇതിൽ ഫില്ലാകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് ഹണി റോസിനെ പോലൊരു നായിക അവരോടൊത്തൊരു റൊമാൻറ്റിക് നായകനായി മാറുന്നു അല്ലേ? അത് എത്രത്തോളം ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? റൊമാൻസ് എത്രത്തോളം? ഓഫ്കോഴ്സ് റൊമാൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല. അപ്പം അതുപോലത്തെ കഥാപാത്രം കിട്ടുമ്പോൾ ശരിക്കും ചലഞ്ചിങ് ആണ്, നമുക്ക് ചെയ്ത് ഫലിപ്പിക്കണമല്ലോ. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹണിയാണ്. അപ്പം പിന്നെ ആ കെമിസ്ട്രി തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് ഗോസ് വെൽ. അങ്ങനെയാണ്. പിന്നെ കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ആനന്ദിനി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഒരു ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തും ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. സോ ഡെഫിനറ്റ്ലി റിയലി എക്സൈറ്റഡ്. കാരണം നമ്മൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് ഇത് റിലീസാകുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിലും രാധികയാണെങ്കിലും ബാബുചേട്ടനാണെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഷെയ്ഡ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. റോ ആൻഡ് റഫ് എന്നൊക്കെ പറയുന്ന കുറേ ഷെയ്ഡ്സാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ഐ മീൻ ഈ ഒരു രൂപമാറ്റം ഉണ്ടല്ലോ, കുറച്ചുകൂടെ അർബൻ സ്റ്റൈലിഷ് ലുക്കിൽ നടക്കുന്ന റോഷനെ പോലെ ഒരാൾ ഈ ഒരു നാടൻ കഥാപാത്രത്തെ അഡോപ്റ്റ് ചെയ്യാൻ എത്രത്തോളം എഫർട്ട് ഉണ്ടായിരുന്നു?
ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല. മേക്കപ്പ് മാൻ ചേട്ടൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര അർബനാണ്, എന്നാൽ തന്നെ ഇച്ചിരി കൂടെ റൊമാൻറ്റിക് ആണ് ആള്. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും വേണമായിരുന്നു. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് ലുക്കിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ആക്ടിങ്ങിലും വരുന്നതാണല്ലോ. അതെ അതെ. അപ്പം എല്ലാം കൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ആളെ ആയിരിക്കില്ല സിനിമ കാണുമ്പോൾ, ഒരുപാട് മാറ്റമുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ആണെങ്കിലും അത് ഭയങ്കര ഒരു ചേഞ്ച് ഓവറാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ എല്ലാവർക്കും. ഓക്കെ ഭവിഷ്യേട്ടാ, ശരിക്കും ഒരു വനിതാ ഡയറക്ടർ കൂടി അങ്ങനെ ലേബിൾ ചെയ്യേണ്ട എങ്കിൽ പോലും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഒരു ലേഡി ഡയറക്ടർ വരിക എന്നുള്ളത്. സോ എന്ത് തരത്തിലുള്ള ഡയറക്ടറാണ് ആക്ച്വലി നമ്മുടെ ഡയറക്ടർ അനന്തിൻ? നമ്മൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ എന്താണ് അവരുദ്ദേശിച്ചതെന്ന്, അദ്ദേഹം വന്ന് ഈ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരുന്നു പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു സിനിമകൾ, ഇപ്പോൾ വനിതകൾ സിനിമകൾ ചെയ്യാൻ കണ്ടമാനം പേര് മുന്നോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വനിതാ ഡയറക്ടർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. പക്ഷേ അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് പടം, അല്ലെങ്കിൽ അതിനകത്ത് എല്ലാം കൂടി നിറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴ്വാരത്തോടൊപ്പം ഉപമിക്കാവുന്ന, അല്ലെങ്കിൽ ഭരതൻ സാറിൻ്റെ ഒരു പാറ്റേണിലുള്ളൊരു സിനിമ, ഒരു പച്ചയായ സിനിമ എന്നൊക്കെ പറയാവുന്ന, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കാടിൻ്റെ എന്നൊക്കെ അങ്ങനെ നമുക്ക് പറയാവുന്നൊരു പടം ഒരു സ്ത്രീ കൺസീവ് ചെയ്യുക, അവരത് വന്ന് അത് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാണ് ഞാൻ ഈ ഇത്രയും വർഷമായിട്ട്. പക്ഷെ അത് അവർ നന്നായിട്ട് അവർക്കത് സാധിച്ചു. കാരണം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ പടം കണ്ടു, ഗംഭീരമായിട്ടുണ്ട്. അപ്പം അത് വർഷങ്ങളായിട്ടുള്ള അവരുടെ തോട്ടായിരിക്കും. നമ്മളിപ്പോൾ റേച്ചലിനെ, ഹണിറോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹണിറോസ് ശരിക്കും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചലഞ്ചിങ് റോളിലേക്ക് വന്ന് ഇത് ചെയ്യുന്നത്. ഐ മീൻ ഒരു ലീഡിങ് കഥാപാത്രത്തിലേക്ക് വരുന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് ട്രെയിലറിൽ തന്നെ അപ്പീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു നമുക്ക്, വാണി ചേച്ചി ആയിരുന്നു ഒരു പരിധി വരെ ഇത് സ്ത്രീപക്ഷ സിനിമകളെ പറ്റി സംസാരിക്കുന്ന കാലത്ത്. അതിനേക്കാളൊക്കെ മുമ്പേ ഒരു ഭരിച്ചിരുന്ന ഒരാൾ വാണി ചേച്ചി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ വാണി ഇങ്ങനെ സംഭവം ഉണ്ട് എന്നൊക്കെ അങ്ങനത്തെ ഡിസ്കഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട്? അല്ലേ, ഏത് പടമാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന പടമാണ്, അത് ഇന്ന ക്യാരക്ടറാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹണി അത് ചെയ്യുന്നൊരു പുതുമയാണ്. വാണി വന്ന ക്യാരക്ടർ ചെയ്ത് എല്ലാവർക്കും അറിയാം. അത് എന്തായാലും അത് നമുക്ക് ഊഹിക്കാൻ പറ്റും. എപ്പോഴും ഒരു പുതുമയുള്ള ഒരാൾ, ഇപ്പോൾ ഹണിയെ പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 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 എന്താ പറയുക, ഒരു മെഴുകുതിരി പ്രതിമ പോലെയൊക്കെ ഇരിക്കുന്ന, അല്ലേ, നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ആൾ വന്നിട്ട് ഇത്രയും വലിയൊരു റഫ് ആൻഡ് ടഫായിട്ടൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് കാണണം എന്നുള്ളൊരു ഇതുണ്ടാവും. അതേസമയം ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഹണി അത് ചെയ്ത് ഇതുള്ളതായതുകൊണ്ട് ഇല്ല. അപ്പം അത് തീർച്ചയായിട്ടും ഹണി ചെയ്യുമ്പോൾ അതിനൊരു പുതുമ. ഫൈറ്റ് ആയാലും ഈ പറയുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ ആയാലും അത് വളരെ, അതാണ് ആൾക്കാർക്ക് കാണാൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇഷ്ടം എന്നാൽ. ഓക്കെ, സോ ബാക്ക് ടു ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കാടാണ് പശ്ചാത്തലം, ഒരുപാട് സിനിമകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് പിച്ച് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ശരിക്കും കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ആനന്ദിനി ആണ് ഇതിന്റെ ഒരു കഥയുടെ ഒരു ഇത് പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒരു 1 ലൈൻ മാത്രം പറഞ്ഞു. അപ്പൊ അതില് എനിക്ക് ശ്രദ്ധിച്ച് കിട്ടിയൊരു സംഭവം ഫൈറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലാണ് ഞാൻ കയറി പിടിച്ചത്. അപ്പൊ അതാണ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഇതിന്റെ കഥ രാഹുലിന്റെ ആണ്. അപ്പൊ രാഹുല് സജസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഈ ക്യാരക്ടറിന്, ഈ തെരേസ എന്നുള്ള ക്യാരക്ടറിന് എന്നെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയിട്ടുള്ളൊരു ഡിസിഷനിൽ ആണ് ഞാനിതിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആലോചിക്കായിരുന്നു, ഇത് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ വേറെ എന്നെ തേടി വരുമോ എന്നുള്ളത് ഡൗട്ടാണ്. അത്രയും അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ആനന്ദിനിയോട്, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുപ്പത്തില് വാണി ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ. പിന്നെ ഇത് ഭയങ്കര കുറവാണ് വരുന്നത്. അപ്പൊ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരെണ്ണം ഇനി കിട്ടൂല. അപ്പൊ അങ്ങനെ കയറി പിടിച്ചു. ഓക്കെ, അങ്ങനെയായിരുന്നു. വാണി ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ വാണി ചേച്ചിയുടെ ഒരു ഐക്കോണിക് ക്യാരക്ടർ പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഇൻഡിപെൻഡൻസ് ഡേ. എന്തല്ല പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ, അതല്ലാതെ ഇപ്പൊ കൊറേ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് വന്നത് ഇൻഡിപെൻഡൻസ് ഡേ. ചേട്ടന് പെട്ടെന്ന് ചോദിക്കണം അഡ്മിറേഷൻ തോന്നിയ സിനിമ ഏതായിട്ടാ? സൂസന്ന തീർച്ചയായിട്ടും.
ഞാൻ നേരത്തെ ഇപ്പോൾ ഹണിയുടെ ഇത് പറഞ്ഞ പോലെ സൂസനെയൊക്കെ ചെയ്യുമ്പോൾ വാണി ചെയ്തുകൊണ്ടിരുന്നത് വേറെ ടൈപ്പ് ഓഫ് പടങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു 5 പേരുടെ ഭാര്യയായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു ചലഞ്ചിങ് ക്യാരക്ടർ. കാരണം അത് ആരും ആ സമയത്ത് ഏറ്റെടുക്കില്ല അങ്ങനെ ഒരു ക്യാരക്ടർ, ഇത്രയും പ്രായമുള്ള ആളുകളുടെ. അപ്പോൾ ഒന്നാം സമയത്ത് ഭയങ്കര ലീഡിങ് റോൾ ചെയ്യുന്ന സമയം. അപ്പോൾ അത് ഞാൻ തന്നെ കേട്ടപ്പോൾ അന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ചലഞ്ചസ് എടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സൂസൻ തന്നെയാണ്. ഓക്കെ. സോ ഈ സിനിമ എനിക്ക് തോന്നുന്നു എൻ്റെ ടീസർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം പിന്നീട് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അന്ന് റേച്ചലിൻ്റെ ഒരു ഇറച്ചി വെട്ടുന്ന സീനുകളൊക്കെ ടീസറിൽ വന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷനാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. പക്ഷേ അതിനുശേഷം ഒരു കാല ബ്രേക്ക് വന്നിട്ടുണ്ട് നമുക്ക്. സോ പക്ഷേ ഈ സിനിമനെ അത് ബാധിക്കില്ല. കാരണം വെച്ചാൽ ഇത് സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പഴകുന്തോറും ഇതിന് ബിക്കോസ് എന്താ അറിയാമോ, ഇത് കാലഘട്ടമാണ് കഥ പറയുന്നത്. ഇത് 70കളിൽ പടന്ന. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ സിനിമ 2035 കണ്ടാലും ഇത് ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഇപ്പോഴത്തെ കഥയല്ലല്ലോ പറയുന്നത്, അന്നത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരിക്കലും അത് ബാധിക്കില്ല. അത് ഇരിക്കുന്നതോറും ഇപ്പോൾ നമ്മളൊരു ഒരു വീട് സെറ്റ് ഇട്ടിട്ട് അത് ഒരു പഴയൊരു വീട് സെറ്റ് ഇടുന്നതും അത് കടന്നു പഴകുന്നതും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെയാണ് ഈ സിനിമ ഇപ്പോൾ കാണുമ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. റോഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റ്? അടിപൊളിയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി പാലക്കാടും നെല്ലിയാമ്പതിക്കായിരുന്നു ഷൂട്ട്, ഫോറസ്റ്റ് ബേസ് ആയിരുന്നു പടം. അപ്പം എനിക്ക് കൂടുതൽ സീക്വൻസ് ഉണ്ടായ ഹണിയായിട്ടും ബാബുചേട്ടനായിട്ടാണ്. അപ്പം അവരായിട്ട് എൻ്റെ ഫാദറായിട്ടൊക്കെ നേരത്തെ അറിയാം. അപ്പൊ ആ ഒരു ഉള്ളിലൊരു ധൈര്യം ഉണ്ട്, നമ്മളൊക്കെ അറിയാലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കരുത്. പിന്നെ നമ്മള് ഇപ്പൊ ചില സീക്വൻസിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ നിൽക്കുന്ന ഒരുപാട് സീക്വൻസസ് ഉണ്ട്. അപ്പം എസ്പെഷ്യലി ഈ ഇറച്ചിക്കടയിലൊക്കെ ഇട്ട് വെട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ വെട്ടുന്ന പരിപാടിയൊക്കെ ഒരു നേക്ക് ഉണ്ട്, അത് അവരുടെ ഒരു ഒതന്റിക് ഒരു കൊളോക്കിയൽ സ്റ്റൈൽ ഉണ്ട്. ആ സ്റ്റൈൽ നമ്മൾ പിടിച്ചില്ലെങ്കിൽ അടിക്കും ഇത്. അപ്പൊ ഇതെനിക്ക് കറക്റ്റ് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ചെയ്യാൻ, ഇതൊക്കെ ചെയ്ത് ഫലിപ്പിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ആനന്ദിനി ആയാലും പിന്നെ ചന്തു ഉണ്ട്, ചന്തു സലീമും ചന്തുമായിട്ടൊക്കെ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ക്യാരവനൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. നമ്മൾ എല്ലാവരും ഊണോ കളിക്കുമായിരുന്നു. അത് ആ ടൈം പോകുന്നത് അറിയില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഒരു അല്ലേ, സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. റിയലി ഹാപ്പി. ബാബുചേട്ടനായിട്ടൊക്കെ കോമ്പിനേഷൻ സീനുകളുണ്ടോ? അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും എന്റെ ശിഷ്യനാണ്, പണി പഠിക്കാൻ വന്നിരിക്കുന്ന ആശാനാണ്. നമുക്ക് പണി ആശാന്റെ അടുത്ത് പോയി ശരിക്കും പണി പഠിച്ചു. ആശാന്റെ അടുത്ത് പോയിട്ട് ആശാന്റെ മോളെ വളച്ചോ? ഓക്കെ. സോ നമുക്ക് ചെറിയൊരു ഫണ്ണി സെഗ്മെന്റിലേക്ക് പോവാം. ആക്ച്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എൻഗേജ്മെന്റ് ആയിട്ട് പോവാം, കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് പോവാന്ന് വെച്ചിട്ട്. എന്തോ പണിയാട്ടോ? ഇല്ല, സിമ്പിൾ. ഒരാളോട് നമുക്ക് അട്രാക്ഷൻ തോന്നുക അയാളുടെ എന്ത് തരം ക്വാളിറ്റീസ് കാണുമ്പോഴായിരിക്കും? ഐ മീൻ ചിലപ്പോൾ ചില ആളുകൾ സൗന്ദര്യത്തിലാണ് അട്രാക്ഷൻ തോന്നുക, ചില ആൾക്കാർ ക്യാരക്ടറിലാണ്. സോ ബാബുരായന് എപ്പോഴും ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നത് എപ്പോഴാണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? ആള് ആണോ പെണ്ണോ? ബോത്ത് അത് രണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും? ആണാണെങ്കിൽ എങ്ങനെയായിരിക്കും, പെണ്ണാണെങ്കിൽ? അല്ല, ആണാണെങ്കിൽ നമ്മളുമായിട്ട് നമുക്ക് കുറെ മിനിമം ഒരു ഇതറിയാലോ ഒരാളെ കാണുമ്പോൾ. അങ്ങനെയുള്ള ആൾക്കാർ, ഈ പരദൂഷണമൊന്നും പറയാത്ത, അതിലും താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോടാണ് താല്പര്യം. ഇപ്പോൾ സ്ത്രീകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവം ഇവരുമായിട്ട് സംസാരിച്ച് ഇനി ഉണ്ടാകാൻ പോകുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കാലമായല്ലോ. അപ്പം അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും. ശരിക്കും അതൊരു വലിയ പ്രശ്നമാണല്ലേ ഇനി ആരോപണം. പിന്നെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട കാര്യം. കാരണം ഇന്നിപ്പോൾ നമ്മളൊരു ഫോണിൽ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുമായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട്. കാരണം ഇവൻ ഈ സ്പീക്കർ ഫോണിലിട്ടാണല്ലോ സംസാരിക്കുക. ഹലോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നത് നമ്മളോട് എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സമൂഹമാണ് കേൾക്കുന്നത്. അവൻ ചിലപ്പോൾ 2 അടിച്ചിട്ട് പാമ്പരാനൊന്ന് വിളിച്ചേക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മൾ സിനിമ തുടങ്ങിയപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് പലരും ചങ്ങാത്തങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷെ അതൊരു രീതിയിൽ ഗുണം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആൾക്കാർ കുറച്ച് പേടിയായി, പറഞ്ഞ പോലെ എങ്ങാനും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലോ എന്നുള്ളൊരിത് കൊണ്ട് കുറച്ചൊക്കെ അവർ ആ ഒരു ബൗണ്ടറി ഒന്ന് കീപ്പ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്. ഇപ്പൊ ചുമ്മാ വരുന്ന നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസ് ആണെങ്കിൽ പോലും അതിനൊരു മാന്യത കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഫേസ്ബുക്കിനേക്കാളും മോശമായി. പണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് തമ്മിൽ വ്യത്യാസം. പണ്ടെല്ലാവരും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം, ഇപ്പൊ നോക്കുമ്പോ അതിനേക്കാളും മോശമാണ്. രണ്ട് ജെൻഡറും ഉണ്ടോ? രണ്ട് ജെൻഡറും ഓക്കെ. പെണ്ണുങ്ങളോടാണെങ്കിൽ ഇപ്പോ എനിക്ക് എന്നെ എങ്ങനെയാ ഫീൽ ചെയ്യിപ്പിക്കണേന്നുള്ളൊരു സാധനമാണ്
ഞാൻ നോക്കുക. അപ്പം ഞാൻ അത് ഭയങ്കര ഈസിയാണ്, നമുക്കത് ഫീൽ ചെയ്യും. അതിപ്പോൾ നമ്മളൊരു പുതിയൊരു പെൺകുട്ടീനെ കണ്ടുമുട്ടി അവളായിട്ട് സംസാരിച്ച ഒരു ഹാഫ് ഡേയിലൊക്കെ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യാൻ പറ്റും. വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് ആ ഒരു ഹാഫ് ഐഡന്റിഫൈങ് വുമൺ ഈസ് എ ബിഗ് പ്രോസസ്. അപ്പോൾ നമുക്ക് അതായത് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ചുമ്മാ കുറച്ച് നേരം ഇരിക്കുമ്പോഴോ, അപ്പോൾ ഓഫീസിൽ പോയി പുതിയതായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു, അവിടെ കുറേ ആൾക്കാരുണ്ട്, അതിൽ എല്ലാവരുടെയും ഇടയിൽ ഉള്ളതല്ലാതെ മേ ബി ഒരു പെർട്ടിക്കുലർ കുട്ടിയോട് നമുക്ക് കുറച്ചും കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ആ കുട്ടിയായിരിക്കും നമ്മുടെ ഫേവറേറ്റ് കോ വർക്കർ, അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അതേപോലെ തന്നെ ആണുങ്ങളുടെ കാര്യത്തിലും സൗന്ദര്യം എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിൽ അട്രാക്ട് ആവുക എന്നൊക്കെ ഉള്ളത് കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ഉള്ള ഒരു സാധനമായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ അതിലൊന്നും വലിയ അതൊന്നും അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിലല്ല കാര്യം എന്നുള്ളത് ഫീൽ ചെയ്തു. സോ സെയിം, അത് എങ്ങനെ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു സാധനം തന്നെയാണ് രണ്ടിലും. ആണുങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ നോക്കാൻ വൈകിട്ട് ഇവൻ രണ്ടെണ്ണം അടിക്കണവനാണോ എന്നൊക്കെ ഉള്ളതാണ് ശ്രദ്ധിക്കുക. സംസാരത്തിൽ മനസ്സിലാവുമല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനകത്തൊക്കെ താല്പര്യം കുറവാണേ. അപ്പൊ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കി പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. വൈകിട്ടൊക്കെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരോട് താല്പര്യം കൂടും. കറക്റ്റ് ആളെ മീറ്റ് ചെയ്യല്ലേ. പിന്നെ അത് നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്കിപ്പോ പുതിയൊരാളെ കണ്ടു എന്തെങ്കിലും അങ്ങനെ ലക്ഷണങ്ങളുണ്ടോ മനസ്സിലാക്കാൻ പറ്റി? അല്ല, അത് കാലത്തൊക്കെ വന്നിരിക്കുമ്പോ തന്നെ വേർപ്പും കാര്യങ്ങളും ടെൻഷനൊക്കെ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ഇരിക്കാണ്ടിരിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വിനീത് തട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അല്ല ഇത് ഞാനിപ്പോ കുറെ സിനിമ കണ്ടോട്ടി. കാലത്തെ ആകുമ്പോ വിനീത് തട്ടിലിന്റെ ഒരു ഇതൊക്കെ പരവശ്യവും, പിന്നെ ചില ആൾക്കാർ ഉച്ചവരെ ഭയങ്കര ഞാനില്ല പരിപാടിക്ക് എന്നൊക്കെ പറയുന്ന കാര്യവും, ഉച്ചയാകുമ്പോൾ പതുക്കെ ഇത് മാറി ലുക്കൊക്കെ പതുക്കെ സിദ്ദിഖ്ലാലിലെ ലാലേട്ടൻ അങ്ങനത്തെ ഉച്ചയാകുമ്പോൾ പതുക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റിലാകുന്ന ആൾക്കാരോട് നമുക്കൊരു ഇഷ്ടം സ്വാഭാവികമായിട്ടും തോന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പരദോഷം ചില ആൾക്കാരുണ്ട്. അയ്യോ എന്തൊക്കെയാണ് എല്ലാ മറ്റവൻ്റെ കുറ്റ അവൻ്റെ കുറ്റ, അയ്യോ അത് മടുത്തു പോകും നമുക്ക്. അതിന് അവിടെ പോട്ടെ. എന്നെ സംബന്ധിച്ചത് റെസ്പെക്റ്റ് ആയിരിക്കും. ലൈക്ക് നമ്മളിപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബഹുമാനമല്ല, നമുക്കത് ഫീൽ ചെയ്യും. ലൈക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ട് അവർ പോകുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. മേ ബി ഈ സോഷ്യൽ മീഡിയ കൂടുതലും ഈ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരും കുറച്ചുകൂടെ കണ്ണിങ് ആണ്. അത് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് കുറച്ചുകൂടെ നമ്മളൊന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് എന്തും പറയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം മീഡിയം കുറവായിരുന്നില്ല. ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് അതിൻ്റെ രണ്ട് വശങ്ങൾ കാണുന്ന ഒരു സമൂഹമാണ്, സൊസൈറ്റിയാണ് നമ്മളുള്ളത്. സൂക്ഷിക്കുക, കെയർഫുൾ, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. യെസ്. സിനിമയിൽ നിന്ന് പഠിച്ച് നമ്മളൊക്കെ ചെറുപ്പത്തിലല്ലേ. ഇപ്പം ഞാനൊക്കെ നരസിംഹം കാണുന്ന സമയത്തൊക്കെ മമ്മൂക്കാടെ ഡയലോഗുണ്ടല്ലോ, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്, ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് ആൻ ഓഫീസർ, ഐ പിറ്റി യു ഫോർ ദ ഡെയിലി ഗെയിം. ആ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കയറിയിട്ടുണ്ടാവും. ബാബുരേട്ടൻ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഡയലോഗ് വരാം സിനിമയിൽ നിന്ന് കിട്ടിയ, ബാബുരേട്ടൻ പറഞ്ഞതോ വേറൊരാൾ പറഞ്ഞതോ ആവാം ഒരു ഡയലോഗ്. നമ്മുടെയൊക്കെ സമയത്ത് എന്ന് പറയാം ഈ പീസാണോ, അതിനൊക്കെ മുമ്പുള്ള സമയമല്ലേ. അതെ, എൻ്റെ ഒരു ജനറേഷൻ. നമ്മുടെയൊക്കെ സമയത്ത് നസീർ സാറൊക്കെ പറഞ്ഞത് മണ്ടിപ്പെണ്ണേ എന്നൊക്കെ പറഞ്ഞ സാധനം തീർച്ചയായിട്ടും അതൊക്കെ തന്നെയായിരിക്കും. അങ്ങനത്തെ ഉള്ള മരം ചുറ്റി നമ്മളൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ, ഞാനൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ മറ്റേ മഞ്ഞളുരിഞ്ഞ പൂക്കളൊക്കെ വരുന്ന സമയമാണ്. അന്ന് ഭരതൻ സാറിൻ്റെ സിനിമ മറ്റേ സറീന വഹാബുള്ള പടം, ആ പടമാണ്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ്റെ പൂ എന്നൊക്കെ പറയുന്ന നെടുമുടി വേണിച്ചേട്ടനുള്ള പടം ഓർക്കണ്ട? ഭരതൻ സാറിൻ്റെ ഗംഭീര പടം. നാദാ നീ വരും കാലൊച്ച കേൾക്കുക എന്നുള്ള പാട്ടുള്ളത്. ആ പടം, ആ പേരൊന്ന് ഓർത്ത് വെക്കണം. അതാണ് ഞങ്ങൾ അത് കണ്ടിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ അതിനകത്തുണ്ടായ ഉഴപ്പലും അതാണ് കോളേജ് എന്ന് വിചാരിച്ചിട്ട് ഉള്ളത്. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് അന്നൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇപ്പോൾ ആ സിനിമ കണ്ടിട്ട് അതിന്നൊന്നും മനസ്സിലാക്കണ്ട. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ സിനിമയിൽ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം ടി വി ഇല്ല, ആകെയുള്ളത് റേഡിയോ എന്ന് പറഞ്ഞ സാധനം കാലത്ത് 1 മണിക്കൂർ കഴിഞ്ഞാൽ പണി തീർക്കും, പിന്നെ വൈകിട്ട് 5 മണിക്കേ തുടങ്ങുള്ളൂ. അപ്പോൾ ആകെയുള്ളത് പിന്നെയുള്ള മാഗസിൻസാണ്. അതും പുതിയ മാഗസിനൊക്കെ കിട്ടണമെങ്കിൽ എത്ര കഴിയണമെന്ന് അറിയാമോ? അപ്പോൾ ആകെ കിട്ടുന്നത് സിനിമയിൽ നിന്നുള്ള അറിവ്. അത് സിനിമ തന്നെ വരണമെങ്കിൽ എ സെൻട്രി കളിച്ച് ബി സെൻട്രി കളിച്ച് എറണാകുളത്തൊരു പടം റിലീസായി കഴിഞ്ഞാൽ, ഡിസംബർ റിലീസായി കഴിഞ്ഞാൽ നമ്മളോട് വരുമ്പോഴേക്കും മാർച്ചാവും അടുത്ത വർഷം. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പോയത്. അപ്പം നമുക്ക് സിനിമ എന്ന് പറയുന്നത്
അതിൽ നിന്നും കിട്ടുന്ന സിനിമയിൽ നിന്നും കിട്ടുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഓർമ്മയുള്ള ഡയലോഗ് ഒന്നും ഓർമ്മയിലെ ഡയലോഗ് ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇന്നത്തെ പോലെ ഈ പൊളിറ്റിക്കൽ സിനിമകളൊന്നും ആ സമയത്ത് ഇല്ലല്ലോ. അതൊക്കെ പിന്നെ ഈ ഒരു 90-കൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഗംഭീരമായിട്ട് വന്നത്. അന്നൊക്കെ ഇവിടെ നിന്നും മൾട്ടി സ്റ്റാർ ഫാമിലി ചിത്രം, അങ്ങനെയൊക്കെ കുടുംബ ചിത്രങ്ങളല്ലേ. അപ്പൊ അതിനകത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഡയലോഗുകൾ ഉണ്ടാവില്ല. യെസ്, അവിടെ എന്തോ പറയാൻ വിങ്ങുന്നുണ്ട്. ഇല്ല, ഞാനൊരു സിറ്റുവേഷൻ ആലോചിച്ചതാ, ഡയലോഗ് അല്ല. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഒരു പാട്ടാണത്, ഒരു ഹിന്ദി പാട്ടാണ്, ചോലിക്ക് പീച്ചെ. ആ പാട്ടിന്റെ അർത്ഥമൊന്നും എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ഥിരം ഏർപ്പാടുണ്ടല്ലോ, അതായത് വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് പാട്ടുപാടുക, ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പാട്ടുപാടി ഡാൻസ് കളിക്കും, അതാണ് എൻ്റെ ഐറ്റം. അപ്പൊ ഞാൻ ഇതേപോലെ വീട്ടിൽ ആരോ ഗസ്റ്റ് ഒക്കെ വന്നു, അപ്പൊ ഞാൻ അവരുടെ നടുക്ക് നിന്നിട്ട് വലിയൊരു സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഇത് പാടി കളിക്കുക. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ സംഭവിച്ചതെല്ലാം വെട്ടിപ്പോകെ. എവിടെ നിന്നാണ് ഈ പാട്ട് പഠിച്ചത്, ഇതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷെ അതാണ്, പിന്നെ ആ പാട്ട് എനിക്ക് എപ്പോ കേട്ടാലും ഒരു പേടി സ്വപ്നം. അതെ, അതാണ്. ഞാനതിങ്ങനെ ഓർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മോണോക്ടൊക്കെ ചെയ്യായിരുന്നു, മിമിക്രി ചെയ്യായിരുന്നു. മിമിക്രി അല്ല, മോണോക്ട്. അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചില സിനിമകളെ ആസ്പദമാക്കിയിട്ട് ചില സീക്വൻസ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ നമ്മള് ജയൻ സാർ നേരത്തെ അഭിനയിച്ച മറ്റേ അങ്ങാടി സിനിമ, അത് ഞാനത് കുറെ ബൈഹാർട്ട് ചെയ്ത ഡയലോഗ്സ് ആണ്. ആ സമയത്ത് കുറെ ബൈഹാർട്ട് ചെയ്താണ്. അപ്പൊ അതെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആദ്യം കത്തി അതാണ്. കാരണം ചില ഡയലോഗ് നമ്മളെ മെമ്മറിയിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഞാനതാണ് കാലഘട്ടം മാറി. ആ ഡയലോഗ് പറയുകയും ചെയ്തു. ഈ പടം റിലീസാവുന്നത് 80-ലാണ്, 79-ലാണ്, 79-ലാണ്. അപ്പൊ ഇവരൊക്കെ പിള്ളേര് പിന്നെ വല്ല കാസറ്റ് ഒക്കെ ഇട്ട് കണ്ടതായിരിക്കും. നമ്മൾ ടിവിയിൽ കണ്ടിട്ട് നമ്മുടെ 95-ലൊക്കെയാണ് ഇത് കുറച്ചുകൂടെ. പിന്നെ അന്ന് ഈ മിമിക്രി പരിപാടികൾക്ക് ഈ ക്യാരക്ടർ ഇപ്പോഴും ജയൻ സാറിനെ കാണിക്കുമെങ്കിൽ ചിലപ്പോൾ ഈ ഡയലോഗ് ആയിരിക്കും പറയാം. അത് ഭയങ്കര ഒരു പഞ്ച് ഐക്കോണിക് ആണ്. ഭയങ്കര ഐക്കോണിക് ആയിരുന്നു. ബാബുച്ചേട്ടനെ ചോദിക്കുകയാണെങ്കിൽ ചെയ്ത കഥാപാത്രങ്ങൾ ചേട്ടനിലെ ആക്ടറെ ചലഞ്ച് ചെയ്തൊരു കഥാപാത്രം പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ഒരുപാട് ഉണ്ടാവാം, എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടി. ഓരോന്നിനും ഓരോ ഇപ്പൊ ഹ്യൂമറിന്റെ ഇത് വേറെ, ഇപ്പൊ അതല്ലാത്ത സമയത്ത് ജോജിയൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു ക്ലാസ്സും പ്രത്യേക ടീമിന്റെ ഒരു കൂടെയുള്ളൊരു വർക്കും ഒക്കെയാണ്. അതൊരു ചലഞ്ചിങ് ആയിരുന്നു. ഡിഫറെന്റ് മീറ്റർ റേച്ചൽ ഇത് ഒരു പിന്നെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ്. അതല്ല ഞാൻ പറയാം, നമ്മളൊരു ഫാമിലി മൂഡിലുള്ളൊരു പടം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് എല്ലാം പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. ഇപ്പം നമുക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ സ്നേഹിക്കുന്നത് ഇത് വേറെ ആയിരിക്കും. ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാതെ സ്നേഹിക്കേണ്ട ഒരു സാധനമായിരിക്കാം. ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു പണിക്കാരനുണ്ട്, ഒരു ഡ്രൈവറുണ്ട്. നമുക്കെല്ലാം രീതിയിലേക്കും പോകാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കിട്ടുന്ന വളരെ വിരളം. അതിലൊന്നാണ് റേച്ചൽ, അതിലൊന്നാണ് വേറെ ഒന്നാണ് ജോജി, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇപ്പോൾ ഈ പറയുന്ന സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടമൊക്കെ, അത് വേറൊരു ടൈപ്പ് ഓഫ് സംഭവം. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൽ ഒന്നാണ് ഈ പടവും ചലഞ്ചിങ് ആണ്. നമുക്ക് അത് ചെയ്തിട്ട് അതൊന്നുകൂടി ഇങ്ങനെ മാറ്റി ചെയ്യായിരുന്നു. കാരണം ഈ ക്യാരക്ടറിന് ഈ പോത്തുജോയിക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പോത്തുജോയി അറിയാതെ പോത്തുജോയിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് പക്ഷെ അത് എനിക്കറിയില്ല, ഞാൻ പിന്നീട് ഇയാൾ മനസ്സിലാക്കുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ പോകുന്ന ഒരു സിനിമയിൽ നമുക്കിതെല്ലാം ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് റേച്ചലും എനിക്കൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. കാരണം ഇതിന് 3 ഗെറ്റപ്പ് ഉണ്ട്. ഈ പറയുന്ന റേച്ചലിൻ്റെ കുട്ടിയായിട്ട് ഏകദേശം 1 വയസ്സിനുള്ളപ്പോൾ അവർ വേറൊരു ഗ്രാമത്തിലേക്ക് വരുന്ന ഇയാൾ, പിന്നെ ഇയാൾ ഈ കുറച്ച് വലുതായിട്ട് ഇയാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം, പിന്നെ റേച്ചൽ ആയതിനു ശേഷം, ഷാനി റോസ് ആയതിനു ശേഷം, അങ്ങനെ 3 ഗെറ്റപ്പ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടർ കിട്ടിയത് വലിയ സന്തോഷം. അതിന് ഞാൻ ആനന്ദിനി ബാലയോടും ബാദുഷയോടും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും കൃതജ്ഞത അറിയിക്കും. ചേട്ടാ, ഇപ്പോൾ ഒരു റോളിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ നമ്മൾ വില്ലൻ കഥാപാത്രങ്ങൾ, തമാശ കഥാപാത്രങ്ങൾ, ക്യാരക്ടർ റോളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഐക്കോണിക് കഥാപാത്രം എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 പേരോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്കൊരു 2
വേഷങ്ങൾ ഒരു സിനിമയെ തന്നെ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഒരു സാധനം. ഒറ്റ സിനിമയിൽ ഒരു സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ, പക്ഷെ ഞാൻ ഇരട്ട കണ്ടപ്പോൾ ഞാൻ ജോജിനോട് പറഞ്ഞു, ജോജു അടിപൊളി, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്, അല്ല അങ്ങനെ ഒരു സംഭവമായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്കാണെങ്കിലോ? എനിക്ക് ആഗ്രഹമുള്ള ഒരെണ്ണവും എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും ഞാൻ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറയണത് ഒരെണ്ണമാണ്. എനിക്ക് ആഗ്രഹമുള്ളത് അത് പിന്നെ പറയാം, ഒരു മുഴുനീള ഡാൻസർ ക്യാരക്ടർ, അതായത് ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസറായ അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ 2 എടുത്താലും നല്ല രീതി അതാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം. എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ പറയുന്നത് എനിക്ക് സൈക്കോന് ചെയ്താ ഭയങ്കര അടിപൊളിയായിരിക്കും, നിനക്ക് അത് പറ്റും, നീ അത് ചെയ്താ നീ സൂപ്പർ ആയിരിക്കും. അതെന്താ കാര്യം? ഉദാഹരണങ്ങൾ തോന്നാനുള്ള കാരണങ്ങൾ നമ്മൾ പ്രേക്ഷകർ അറിയണം. ഇല്ല പറയാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കും, നിനക്ക് സൈക്കോ ക്യാരക്ടേഴ്സ് ഒന്നും വരാറില്ല, വന്നു കഴിഞ്ഞാൽ നീ എന്തായാലും വിടരുത്, നിനക്ക് അതിൽ സൂപ്പർ ആയിട്ട്. ഈ രണ്ടാമത്തെ തന്നെ ആയിരിക്കും എനിക്കും തോന്നുന്നത്. കാരണം ഡാൻസ് ഒക്കെ ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ നമുക്ക് വേറെ നോക്കാം എന്ന് വിചാരിക്കാം, വേറെ ഓപ്ഷൻസ്. സൈക്കോ കിട്ടാൻ ഇത്തിരി പാടാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ തന്നെ പിടിക്കാം. റോഷൻ എന്തായാലും ഉണ്ടാവും. അല്ല, എനിക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ തളപതി വിജയ് സാറിന്റെ വലിയ ഫാനായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ രക്ഷകന്റെ റോളും ഈ പറഞ്ഞ പോലെ പിടി എപ്പോഴും ആ ബ്രെയിനിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷമൊക്കെ ശരിക്കും ആഗ്രഹിച്ചു. കാരണം എന്തെങ്കിലും ഇവരൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളും കൊതിക്കും, നമുക്കൊന്നും ഒരാൾ ഇടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ആക്ഷൻ ഓറിയന്റഡ് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാനിപ്പം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഒരു 6 months ആയിട്ട് അതിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും തെലുങ്കിൽ. അത് നമ്മുടെ സുമന്ത് ആർട്സ് പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ ഒക്കടും മഹേഷ് ബാബുയുടെ ഒക്കടും വർഷമൊക്കെ ചെയ്തില്ല, പ്രഭാസ് അവരുടെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ അണ്ടറിൽ ഇപ്പം ക്ലൈമാക്സിലേക്ക് ആയി. അപ്പം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം. ആക്ഷൻ ചെയ്യാൻ ആഗ്രഹിച്ചു, ആക്ഷൻ ചെയ്തു. പക്ഷെ അത് ചെറിയ പരിപാടിയല്ല, അത് മനസ്സിലായി. ഞാൻ പറയുന്ന പോലെ എന്റെ 2 കൈയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ. പിന്നെ അന്നൊന്നും തിരിഞ്ഞു നോക്കുമല്ലോ. ഞാനിപ്പോൾ വളരെ സന്തോഷിക്കുന്ന ഒരു സംഭവം, ചിലപ്പോൾ ഒരു സിനിമയിൽ ഫൈറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നതാണ്. പണ്ട് ഡാൻസിനായിരുന്നു ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിന് വേണ്ടി ഭയങ്കര എഫർട്ട് ഇടും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറൊന്നും നിൽക്കൂല. അതുകൊണ്ട് ഫൈറ്റിന് സംഭവം 5 ദിവസത്തേക്ക് ഡയറക്ടർ ഉണ്ടാവില്ല. എല്ലാ ഡയറക്ടർമാരും അല്ല, ചില ഡയറക്ടർമാർ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകും. പണ്ടത്തെ സിനിമയാണ്. കാരണം അതിൻ്റെ അത്ര ഇതല്ല. ചിലപ്പോൾ ഇത്ര റോൾ ഫിലിം എന്ന് പറഞ്ഞിട്ട് പോകും. ഇതേ മാഫിയ ശശിയാണ്, ശശി ഇതേ 5 റോൾ ഫിലിം തീർക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇപ്പം അത് മാറിയിട്ട് ഇപ്പോൾ ഈ ഡയറക്ടറൊക്കെ അതിൽ കൂടെ നിൽക്കുകയാണ്, അത് ഇൻവോൾവ് ചെയ്യുകയാണ്, അതിന് അത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് വേണമെങ്കിൽ ഞാനൊരു 1000-400 ഫൈറ്റുകളും ചെയ്തിട്ടുണ്ടാകാം. അതെ, പല ഭാഷകളിലുമായിട്ട്. ഇപ്പം ഈ മിക്കവാറും ചെല്ലുമ്പോൾ ഫൈറ്റ് മാസ്റ്റർമാരൊക്കെ അന്ന് നമ്മൾ ചെയ്ത പടത്തില് അതിനകത്ത് അസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, സാർ വലിയ മാസ്റ്റർ. അപ്പോൾ മാസ്റ്റർ പേരൊക്കെ കണ്ട് കാണുമ്പോഴായിരിക്കും ഇവരോ നീങ്ങളാ. ഇപ്പം ഇതിൽ രാജശേഖരൻ മാസ്റ്റർ ആണല്ലോ. ഈ രാജശേഖരൻ മാസ്റ്റർ ത്യാഗരായ മാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ത്യാഗരായ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗരായ മാസ്റ്റർ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പം ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടാൽ അടിപൊളിയായിട്ട് പുള്ളി കമ്പോസ് ചെയ്യുന്നു. നാടൻ തല്ലെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തല്ലായിരിക്കും, അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അന്ന് രാജശേഖരനൊക്കെ കൂടെയുണ്ട്. രാജശേഖരൻ നമ്മുടെ മൊട്ടശേഖറില്ലേ തമിഴിൽ വില്ലനായിട്ട്, അവരൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ് ഇവർ. അവരൊക്കെയാണ് ഇപ്പോൾ നിന്ന് ഏറ്റവും വലിയ മാസ്റ്റർമാർ. ഈ മലയാള സിനിമയിൽ ശരിക്കും ആരായിട്ടാ ഏറ്റവും ബെസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയാം? അതിപ്പോൾ ഒരു ഫൈറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് ആ സീനിൽ ആ ഫൈറ്റ് വേണോ വേണ്ടെന്ന് ആശ്രയിച്ചിട്ടാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് സ്ഥലത്ത് പോയി തല്ലിക്കഴിഞ്ഞാൽ ആര് തല്ലിയിട്ടും കാര്യമില്ല, മോഹൻലാൽ തല്ലിയിട്ടും കാര്യമില്ല, മമ്മൂട്ടി തല്ലിയിട്ടും കാര്യമില്ല. പക്ഷെ വേണ്ട സ്ഥലത്ത് തല്ലിയാൽ അത് ആര് തല്ലിയാലും ഓക്കെ. പിന്നെ അതിനകത്ത് നമുക്ക് വളരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂക്ക തല്ലിയാൽ ഗംഭീരമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ലാലേട്ടൻ തല്ലിയാൽ വന്ന്, സുരേഷ് ഗോപി തല്ലിയാൽ അങ്ങനെ അതിന് ഇതൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ആസിഫിലേക്ക് എന്ത് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഉണ്ണി മുകുന്ദൻ. അപ്പോൾ അതൊക്കെ ആ ഫൈറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. അല്ലാണ്ട് വെറുതെ ഓടിച്ചിട്ടിട്ട്. ഇപ്പം ഞാനൊക്കെ പണ്ട് കുറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. MG റോഡിൽ അന്ന് നമ്മൾ കയറഴിച്ച് വിടും, എന്നിട്ട് ഓരോ ഇതിൻ്റെ മുകളിലും ക്യാമറ വെച്ചേക്കും. എന്നിട്ട് നമ്മളോട് ബസ്സിൽ കയറുക, തല്ലുക. അപ്പോൾ ഒന്നും അറിയില്ല, നമ്മൾ ബസ്സിൽ ഓടിക്കയറുന്നോട് തല്ലുന്നു, അതിൻ്റെ മുമ്പ് ക്യാമറ കയറുന്നു, കഴിഞ്ഞ് MG റോഡിൻ്റെ ഈ കവിതാ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഫാർമസിയോടെ ചെല്ലുമ്പോൾ ഫൈറ്റ് തീർന്നു. അങ്ങനെയും ചെയ്തിട്ടുണ്ട്.
ഒരു കമ്പോസിംഗും ഇല്ല, ഒന്നുമില്ല. ഒരാളെ പോകുന്നത് തല്ലുന്നു. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ വേണ്ടി ബസ്സിലുള്ള ആൾക്കാർ അങ്ങനെ എനിക്ക് തല്ലുകൊണ്ടിട്ടുണ്ട്. സിറ്റി ഹോസ്പിറ്റലിന് മുമ്പിൽ ഇതുപോലെ തന്നെ കവിതയെന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കൂടെ കയറി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്നേ പറയും ആ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് മറ്റേ ചാടും നിങ്ങൾ പുറകെ കൂടി പോയിട്ട് മറ്റേ ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ വരും. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഇതിലേ കയറിയിട്ട് അതിലിറങ്ങണം. അപ്പോൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിരിക്കാം. ആ ബസ്സുകാരന്മാർ നല്ല നല്ല ടീമായിരുന്നു. അതിനകത്ത് കണ്ടക്ടറും ഇവരൊക്കെ ഇത്തിരി ഇതാണ്. നമ്മൾ ബസ്സിൽ കയറി ഇവർ പിടിച്ചിട്ട് ഇവര് നല്ല ഇടി നമ്മൾ ഷൂട്ടാന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ലാസ്റ്റ് ക്യാമറക്കാരുണ്ടോ അവരൊന്നും കാണാനില്ല. ലാസ്റ്റ് ഈ തല്ല് കൊണ്ടുപോകാൻ പറഞ്ഞില്ല, സിനിമയാണ്, ഷൂട്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫാർമസി ജംഗ്ഷനിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ പൊടി നല്ല സിമിട്ടും തീമളായിരുന്നു അതിനകത്തുണ്ടത്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ തെലുങ്കിലും തമിഴിലും ഒക്കെ പോയി ചെയ്യുമ്പോൾ ഗുണം വെച്ചാൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ ഗ്യാപ്പ് കിട്ടാം. അയ്യോ ലൈറ്റിങ് ഒരു ഷോട്ട് അങ്ങനെയും പടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ എല്ലാ ഇടയിൽ ഇപ്പോഴും ഈ സിനിമകളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം, സന്തോഷം. ആരോഗ്യമുള്ള കാലത്തേക്ക് നല്ല നല്ല പടങ്ങൾ ഫൈറ്റ് ചെയ്യാൻ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന. ശരിക്കും ഇടി കൊടുത്തിട്ടുണ്ടോ? ശരിക്കുമോ? ശരിക്കും ലൈഫിൽ അതൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഈ മാരായ്സ് കോളേജിൽ പഠിച്ചത്. അന്ന് മാരായ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പേര് കേട്ട നല്ല പിള്ളേരുള്ള കോളേജാണ്. അതുപോലെ പിന്നെ ലോ കോളേജിലും അപ്പം അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവും വേണ്ടാത്ത രാഷ്ട്രീയമൊക്കെ ആയിട്ട് അതൊന്നും ആലോചിക്കേണ്ടിരിക്കണമല്ലോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള എന്താണ് ഇന്നിപ്പോൾ പിള്ളേർക്കൊന്നും സമയമില്ല. എന്തെല്ലാം പരിപാടി നിങ്ങൾക്ക് സമ്പാദിക്കണോ, നിങ്ങൾക്ക് എന്തെല്ലാം പരിപാടിക്ക് പോവാം ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എന്താ പറയാ, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ മസിലും പിടിച്ചത് നമ്മുടെ ഇവർ നിന്നാലും കാശാ. എന്തായാലും ബൗൺസേഴ്സ് അത് തമാശ എന്തായിട്ട് ഓർമ്മയില്ല. എന്നെ പോലുള്ളവർക്ക് അന്ന് ബൗൺസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തോരം പൈസ സമ്പാദിച്ചാൽ 1000 രൂപ 800 രൂപയൊക്കെ കിട്ടുമല്ലോ പോയി നിന്ന് കഴിഞ്ഞാൽ. അന്നൊന്നും ഒരു പരിപാടിയില്ല. അതല്ലെങ്കിൽ അല്പം കലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതിന് പോവാം. എന്തെല്ലാം രീതിയിലുണ്ട് പോക്കറ്റ് മണി സമ്പാദിക്കാനല്ലേ. നമ്മുടെയൊക്കെ സമയത്ത് ആകെ ഉള്ളതെന്ന് വെച്ചാൽ സ്പോർട്സിന്റെ പരിപാടിക്ക് പോയാലും 30 രൂപ കിട്ടും. DA എന്നൊക്കെ പറഞ്ഞിട്ട് 30 രൂപ നാലോച്ചോക്ക്. അതല്ലാതെ പൈസ കിട്ടാൻ ഒരു പണിയില്ല. പിന്നെ ഉള്ളത് രാഷ്ട്രീയം, പൊളിറ്റിക്സ്. അപ്പൊ അതിന്റെ കൂടെ എന്താവാന്നൊക്കെ വിളിച്ചാൽ ഉച്ചക്കല്ലുള്ള ഊണോ കാര്യങ്ങളൊക്കെ അങ്ങനെ വഴിതിരിഞ്ഞു പോയ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ. അതുകൊണ്ട് അത് ആലോചിക്കാതിരിക്കാൻ നല്ലത്. ഓക്കെ, യെസ്. നിങ്ങൾ രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും ജിംറാറ്റ്സ് ആണ് ആക്ച്വലി. രാധികയുടെ കേസ് എനിക്ക് അറിയില്ല, ഞാനത് പറയായിരുന്നു. ഞാൻ പോയിട്ടേ പോയാലല്ലേ ഉപേക്ഷിക്കണ്ടു. ഓക്കെ, നിങ്ങളിപ്പോ റോഷൻ ഓഫ് കോഴ്സ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരാളാണ്. ഇപ്പോൾ ദൃശ്യം എടുത്ത് നോക്കിയാൽ വരുൺ പ്രഭാകരേ അല്ലത്. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ശരിക്കും? എനിക്ക് രണ്ടുപേരോട് ചോദിക്കാറുള്ളത്, നിങ്ങളൊരു കംപ്ലീറ്റ്ലി ഡയറ്റ് ഫോക്കസ്ഡ് ആണോ എല്ലാ ടൈമും? ഉണ്ണിയേട്ടനോട് ചോദിക്കാൻ ഉണ്ണിയേട്ടൻ പറയുന്നത് 6 മാസം ഞാൻ കംപ്ലീറ്റ്ലി ഡയറ്റാണ്, ഷുഗർ കട്ടാണ്, അതാണ് ഇത്. 6 മാസം എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. നിങ്ങൾ എങ്ങനെയാണ്? അല്ല, അങ്ങനെയാ പ്രോപ്പറായിട്ട് നമ്മൾ നീറ്റ് ക്ലീൻ ഡിസിപ്ലിൻഡ് ഒന്നല്ല. അതിപ്പോൾ എന്തെങ്കിലും സിനിമ ഇപ്പോൾ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യാണ് നമ്മൾ അങ്ങനെ ചെയ്യും. അല്ലാതെ നമുക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ ചെയ്യാത്ത സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മൾ സ്ട്രെസ് ആകുമ്പോഴാണ്. സ്ട്രെസ് ചെയ്തിട്ടുണ്ട് റീസെന്റ് പറഞ്ഞ സ്ട്രെസ്. നമ്മളൊരു ഉള്ളിലൊരു ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഇത് നെക്സ്റ്റ് ഡേ ഇത് പോയിട്ട് ജിമ്മിൽ നിന്ന് ബേൺ ചെയ്ത് കളയാന്നുള്ളതാണ്. അതായത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അത് മുടക്കാതെ ചെയ്യുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. നമുക്ക് ഇപ്പോൾ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നല്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അത് ബേൺ ഔട്ട് ചെയ്യുക, അത് സെറ്റ് ഔട്ട് ചെയ്യാന്നാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളൊക്കെ കഴിക്കുക, ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല. നമുക്ക് പറഞ്ഞു. പക്ഷെ എപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ നമ്മളൊരു വൺ വീക്ക് ഒക്കെ പക്കാ ഡയറ്റിലായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന കുറെ സ്ട്രെസ്സുകളുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ചീറ്റ് ഡേ ആയിട്ട് ചീറ്റ് മീൽസ് കഴിക്കും. 5 days, അതായത് വീക്ക്ലി 5 days എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു തിയറി. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം ഷുഗറും സ്വീറ്റ്സ് ഒന്നും ആദ്യം അതിങ്ങനെ കഴിക്കാറില്ല. കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആണ് ആ കാര്യത്തിൽ. അങ്ങനെ തന്നെ ഞാനും ഫോളോ ചെയ്യുന്നുള്ളൂ, ബേസിക് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ അത് ചെറിയ പരിപാടിയല്ല. കാരണം ഇപ്പം അവരായിട്ടൊക്കെ നമ്മൾ എന്നും കാണുന്ന അന്നും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്കിത് അറിയാം, ഇത് ചുമ്മാ ഉണ്ടാകുന്ന നല്ലത്. അത് മെറ്റബോളിക് ഒന്നല്ല, അത് ഒരാൾക്ക് നാച്ചുറലി കിട്ടുന്നില്ല. അത് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അത് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടായിരിക്കാം അത് മൂപ്പർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അത്ര ഞാൻ ഈ പറയുന്ന പോലെ ഈ
അങ്ങനെ ഒരു ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കാലത്തിൻ്റെ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്, അത് നോക്കും ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന്. പിന്നെ ഞാൻ എല്ലാത്തിനും പോയി തലയിടുന്ന ആളാണല്ലോ, അറിയില്ല. വൈകുന്നേരങ്ങളൊക്കെ മിക്കവാറും തകർന്നു പോകും. ഇപ്പം ഞാനൊരു 10-40 ദിവസമായിട്ട് ശബരിമലയ്ക്ക് മാലയൊക്കെ ഇട്ടിരിക്കണോണ്ട് ശല്യങ്ങളില്ല, ഒരാളും വിളിക്കണില്ല. മറ്റേതെന്തോ ഒരു ഫോൺ വിളികളായിരുന്നു അറിയാം, ഇപ്പോൾ ഒരു മനുഷ്യനില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയും എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. കാരണം സുഹൃത്തുക്കളൊന്നും നമ്മൾ ഒഴിവാക്കി തുടങ്ങി. അവനെ വിളിക്കണ്ട, അവൻ മലയ്ക്ക് പോകാൻ നിൽക്കാന്ന്. അപ്പോൾ എല്ലാം വേണം. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയി പോവില്ല. എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ എന്നിട്ട് എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ തല വെച്ചിട്ട് വെളുപ്പിന് 5 മണിക്ക് ഇട്ടിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് കുറ്റബോധം, ഒട്ടക്കത്തെ കുറ്റബോധം അടിച്ച് നേരെ ജിമ്മിലേക്ക് ഓടും. കുറ്റബോധമാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പ്രചോദനം കൊടുത്ത് എല്ലാവരെയും ഉഷാറാക്കി എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരിക എന്നുള്ളതാണ് സംഭവം. അപ്പം അതൊരു ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അതല്ലാണ്ട് നമ്മൾ പെർഫെക്റ്റ് ഡയറ്റായിട്ട് പോകുന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പല സമയത്തും ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ അബൂ സലീമൊക്കെ ഇപ്പോഴും കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയാണ്, വേറെ അല്ലാണ്ട് മറ്റേ പ്രോട്ടീൻ അടിച്ച് കയറ്റി ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സംഭവമൊന്നുമല്ല. അതൊക്കെ നന്നായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കോളും. പിന്നെ നമ്മൾ ഈ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 5 ദിവസമെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ചെല്ലുക, അവിടം വരെ എത്തി കിട്ടിയാൽ മതി. എനിക്കൊക്കെ അവിടം വരെ എത്തിയാൽ പിന്നെ നമ്മൾ ഉഷാറാണ്. അപ്പോൾ അതുകൊണ്ട് 5 മണിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് 5 മണിക്ക് എൻ്റെ 7-7:30 മണി 8 മണിയാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഓടി അവിടെ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതേപോലെ റേച്ചൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൊല്ലംകോടായിരുന്നു ഷൂട്ട്. അപ്പൊ അതിന് തൊട്ടടുത്ത് ജിമ്മുകളൊന്നും ഇല്ല. അപ്പൊ ഒരു ദിവസം എനിക്ക് ഷൂട്ടുള്ള ദിവസം ഞാൻ വണ്ടിയിൽ കയറാൻ നേരത്ത് ഒരാൾ ജാക്കറ്റും ട്രാക്കൊക്കെ ഇട്ടിട്ട് ഓടുകയാണ്. അതായത് നമ്മുടെ ഹോട്ടലിൽ മുമ്പിൽ ഓടുകയാണ്. അപ്പൊ ഞാൻ ബാബു ചേട്ടൻ്റെ പിറ്റേഴ്സ് ഞാൻ അത് കണ്ട് പിറ്റേഴ്സ് ലൊക്കേഷൻ ആക്കി ഞാൻ ചോദിച്ചു, ബാബു ചേട്ടൻ ഇങ്ങനെ ഓടുന്നത്, ഞാനത് ജിമ്മിൽ പോയതാണ്. ഞാൻ എവിടെ പോയാലും ജിമ്മ് കണ്ടുപിടിക്കും. ലോക്കൽ ജിമ്മായാൽ കൂടെ ഞാൻ അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കും. ഞാനിപ്പോൾ കാന്തല്ലൂര് പോയി, അവിടെ പോയിട്ട് അവിടെ സാധനം കണ്ടുപിടിച്ചു. ഞാൻ ജോജി ചെയ്യണ സമയത്ത് അറിയാലോ, ജോജി ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് ലോക്ക്ഡൗൺ പുറത്ത് വിടില്ല. ഉണ്ണിമായ ഫുള്ളല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ പുറത്ത് പോകാനുള്ള പെർമിഷൻ ഉള്ളത്, ബാറില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പോയിട്ട് പതുക്കെ ഒരു ജിമ്മുകാരനെ പിടിച്ചിട്ട് ഞാൻ തന്നെ ആള് പറഞ്ഞു, ചേട്ടാ ഞാൻ കീ അവിടെ വെച്ചിട്ട് വന്നു പറഞ്ഞിട്ട് ഞാൻ കീ ഷട്ടർ പതുക്കെ പൊക്കി അതിന് 2 ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഫോൺ അവിടെ പോലീസ് വരും. ഈ ആൾക്കാർ നോക്കിയിരിക്കാണല്ലോ, പോലീസ് വന്നിട്ട് അയ്യോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഷട്ടർ ഇടും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു ജിമ്മിൽ ചെല്ലും, പൊടിയൊക്കെ പിടിച്ച് കിടക്കായിരിക്കും. അപ്പം അങ്ങനെ വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ഒരു ദിവസം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യണം. എനിക്ക് എന്നാലാ, അല്ലെങ്കിൽ എനിക്ക് തോന്നി എനിക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ തോന്നുന്നു എനിക്ക്. അതിന് ഞാൻ അവിടെ പോയി, ഞാൻ ഇപ്പോൾ ഈ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ അവരോട് പറയും എനിക്കൊരു 1 മണിക്കൂർ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ സമയം തരണോട്ടോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഭയങ്കര തലവേദന ആയിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് കാലത്ത് അവർ തന്നെയുള്ള സെറ്റപ്പ് ചെയ്ത് ആഴ്ചയിൽ ഒരു 3 ദിവസം കിട്ടിയാൽ മതി. ഞാൻ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവരോട് പറഞ്ഞു, അതെ ഇവിടെ ഒരു ജിമ്മ് കണ്ടു പോയിക്കോ. രാധിക, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂജൻ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ, പെൺകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ 2 വാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ, ഡിബേറ്റബിൾ ആണ് ആക്ച്വലി. എന്താണ് ആ 2 വാദങ്ങൾ? 2 വാദങ്ങൾ ഒന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാം, ഒന്ന് വേണ്ട. വിവാഹം ഒരു മാൻഡേറ്ററി, വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആവുന്നേക്കണം നല്ലതല്ലേ, വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ കോൾ? വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. 2 ആളുകളും മാരീഡ് ആണ്. അതെ, ചോദിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനും മാരീഡ് ആണ്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് മാരീഡ് ആണ്, 9ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. അതെ, എന്നാലും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ലവ് മാരേജ് ആണ്. അതെ അതെ, അത് ഫസ്റ്റ് ചോദിക്കും. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ഏതൊരു റിലേഷൻഷിപ്പ്, പാലക്കാടുകാരൻ. അതെ, അപ്പൊ അതിലൊരു കണിയാനാണോ ചെറുക്കൻ ജോത്സ്യനാണോ? അത് നമ്മുടെ പാണ്ടിപ്പടയുടെ ഡയലോഗ്. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു സാധനം വേണം. പക്ഷെ ആ കമ്മിറ്റ്മെന്റിനെ ഏത് ലെവലിലേക്ക് ഓരോരുത്തരും കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു പോയിന്റിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് 20 വയസ്സിലോ ഞാൻ കല്യാണം കഴിക്കുമ്പോ വേണ്ട പറയില്ല, ഞാൻ ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ 20s നമ്മുടെ മാരേജിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്തായിരിക്കോ അതായിരിക്കില്ല ഒരു 20 വയസ്സിലുള്ളതായിരിക്കില്ല 25 വയസ്സിൽ, അതായിരിക്കില്ല 30 വയസ്സിൽ. അത് നമ്മൾ അറിയണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കുന്ന കോടതിയുണ്ട്,
കുടുംബ കോടതി. അതിന് മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ഇങ്ങനെ വന്ന് 20 വയസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യമല്ല ബഹുമാനപ്പെട്ട ജഡ്ജി, ഞാനിപ്പോൾ 28 വയസ്സിൽ ചിന്തിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു അതിന് ഒരാൾക്കും ഒരു ആൻസർ ഇല്ല. അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവർ ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ആ മാരേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവര് ഇപ്പൊ നമ്മൾ റോങ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണല്ലോ. അതായിരിക്കും. അതല്ല ഇപ്പൊ വർക്ക് ചെയ്യാൻ ഇപ്പൊ എല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മാരേജ് ഇസ് ഡിഫിക്കൾട്ട്, ഡിവോഴ്സ് ഇസ് ഡിഫിക്കൾട്ട്, എല്ലാം ഡിഫിക്കൾട്ടാണ്. ഇപ്പൊ മാരേജിലുള്ള പ്രശ്നം ഡിവോഴ്സ് ചെയ്താൽ ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഡിവോഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഡിവോഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത് എത്ര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ പലപ്പോഴും കോമൺ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും എന്റെയും ഫ്രണ്ട്സ്. അപ്പോ നമ്മളിപ്പോ ഒരു ഡിവോഴ്സ് കഴിയുകയാണെങ്കിൽ ആ ഫ്രണ്ട്സിനെ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യണം. നമ്മുടെ സോഷ്യൽ ലൈഫ് കുറച്ചും കൂടെയും നമ്മുടെ പാർട്ട്ണറുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് സെയിം സർക്കിൾ ആയിരിക്കും. അപ്പൊ ആ മാറ്റർ ഒക്കെ നമ്മൾ അറിയാന്നുള്ളതല്ല, നമുക്കത് ഡീൽ ചെയ്യാനും മനസ്സിൽ വിടാൻ പറ്റില്ല. നമുക്കത് ഗോ ത്രൂ ചെയ്യാൻ കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വേണ്ട എന്നുള്ളൊരു സാധനം പെട്ടെന്ന് ഈസി ആയിട്ട് പോകുന്നൊരു സാധനമല്ല. പക്ഷെ അതാണ് ബെറ്റർ ചോയ്സ് എന്ന് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരാൾക്കും ഒരു സൊല്യൂഷൻ പറയാൻ പറ്റില്ല. ഓരോരുത്തരും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ അർത്ഥം ഒരിക്കലും നമ്മള് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒരു ബന്ധം വെക്കരുത്. അയ്യോ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. അയ്യോ അങ്ങനല്ല. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും കോമൺ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാലും പിന്നെ അവരോട് ബന്ധപ്പെട്ട ആവശ്യമില്ല. ഫ്രണ്ട്സ് മാത്രല്ല, ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മുടെ പാർട്ട്ണറോട്ടായിരിക്കാം നമുക്ക് സെറ്റ് ആവാതിരിക്കുന്നത്. പക്ഷെ പാർട്ട്ണറുടെ ഫാമിലി ഭയങ്കര നല്ലതായിരിക്കാം. അപ്പൊ നമുക്ക് പാർട്ട്ണറുടെ പേരൻസിനോട് നമുക്ക് ഭയങ്കര ഒരു അടുപ്പം ഉണ്ടാവും. പക്ഷെ ഇത് കാരണം ചിലപ്പോ അത് വേണ്ടാന്ന് വെക്കേണ്ടി വരിക. അതെ സുഹൃത്തെ, പണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, പണ്ട് ഒരു വീടുകളിലൊക്കെ നമ്മൾ വരികില്ലേ, അവിടെ 8-10 മക്കളാണ്, 1-2 പിള്ളേരുള്ളവരില്ല. ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്റെ വീടിന്റെ അപ്പുറത്തുള്ളവർക്ക് 10-12 മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. 12 മക്കളെ കിട്ടുന്നത് തന്നെ 8 പ്രസവിച്ചിട്ടാണ്, 6 മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ വരുമ്പോൾ ഈ അമ്മച്ചിക്കും കണ്ടമാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ അങ്ങോട്ട് പോണെന്ന് മാത്രമേ ഉള്ളൂ. എവിടെ പണ്ടത്ത് വളർന്നവർ ഒന്നുമല്ല. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഈ ഏറ്റവും ഇളയ കുട്ടിയുടെ ഇളകി ഉള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ പുതിയ ഡ്രസ്സ് കിട്ടുന്നത്. ഏറ്റവും മൂത്തവന്റെ ഡ്രസ്സായിരിക്കും രണ്ടാമത്തവൻ ഇടുന്നത്. 2ാമതും 3ാമതും 4ാമതൊക്കെ ജനിക്കേണ്ട കാര്യം കട്ടപ്പോവുകയാണ്. കാരണം ഈ മൂത്ത ചേട്ടന്റെ അതേ ഡ്രസ്സ് അയാൾക്ക് വേറെ കൊടുക്കുമ്പോൾ അത് നേരെ ഇവന് കൊടുക്കും. സ്കൂൾ യൂണിഫോമിൽ എന്തായാലും മൂട് കീറുന്ന വരെ. പക്ഷേ സ്ട്രഗിളല്ല അവിടെ. അവര് തമ്മിലൊരു അവന്റെ ആ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വാൽക്കോൽ അവനൊരു ഫീൽ ഉണ്ട്, എന്റെ ചേട്ടനുണ്ട് അല്ലെങ്കിൽ എന്റെ ഇതുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പണ്ടത്തെ ഒരു കുടുംബം എടുത്തു നോക്കി അവിടെ ഇപ്പൊ ഈ മൈക്രോ ഫാമിലി നാം രണ്ട് നമുക്ക് രണ്ടൊക്കെ വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. വളരണതേ തന്നെ അങ്ങനെയാണ്. അവൻ്റെ എങ്ങനെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. മറ്റേതങ്ങനെയല്ല, ഒന്നുമില്ലല്ലോ, ഒന്നിനെ കുറിച്ച് ചിന്തയില്ലല്ലോ. ദാരിദ്ര്യമാണ് മുഖമുദ്ര. അന്നതൊക്കെ ദാരിദ്ര്യമാണ്, എങ്ങനെ ഒരു കഞ്ഞി കുടിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. പക്ഷെ അവർക്കൊരു ഒരു 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 എന്താ പറയുക, ഒരു ബലമുണ്ട്. എനിക്ക് എൻ്റെ ചേട്ടനുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട്. അങ്ങനെ പോകുന്ന കുടുംബം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇപ്പോഴും പല വീടുകളിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന എൻ്റെ നാട്ടിലൊക്കെ ആലുവയിലൊക്കെ പല സ്ഥലത്തും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇപ്പോഴും അവർ വന്നുകൂടി അവരുടെ കുടുംബത്തിന്റെ ആ ഒരു കെട്ടുറപ്പ് അത് കാണിക്കുന്നത്. മൈക്രോ അല്ല, നമുക്ക് രണ്ട് വന്നതിന് ശേഷം അതൊരു കുടുംബാസൂത്രണം ബേസ് ചെയ്തിട്ട് വന്നതാണ്. അതെ അതെ. അതിനുശേഷം ഈ പറയുന്ന സംഭവത്തിലേക്കായി എല്ലാം. കാരണം നമ്മൾ വളരുന്നത് ഇങ്ങനെയായി, മറ്റത് ഇങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കണ്ടില്ലേ, കുട്ടികളെ വേണ്ട, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞറിയാമോ, അവര് പറഞ്ഞേ നമുക്ക് ആ ഒരു റിസ്ക് എടുക്കാറായിട്ടില്ല എന്നാ പറയുന്നത്. റിസ്കിന്റെ അല്ല, ഇപ്പൊ ഞാൻ എന്താ സംഭവം അറിയാം, ഒറ്റ പോയിന്റ് ഉള്ളു ചേട്ടാ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു കുട്ടിയെ ഒരു ബാഡ് പാരന്റ് ആവുന്നതിന് നല്ലത് പാരന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ ലോകത്ത്? അതല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഇത് നടക്കും. ഞാൻ പറയുന്നത് എന്റെ സ്വന്തം എന്റെ കുടുംബത്തിലെ കാര്യമാണ്. ഇല്ല ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം വെച്ചാല് പണ്ടൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് ഗർഭിണി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുച്ഛിച്ചു നോക്കുന്ന കാലഘട്ടത്തിൽ കൂടെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അത് മാറണം എന്നാണ് ഞാനും പറയുന്നത്. ഐ മീൻ എന്താണെന്നറിയോ, ഈ പുച്ഛിച്ചു നോട്ടം അവരെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹേർട്ട് ആക്കൂലേ, എന്തിനാ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അല്ലല്ല അങ്ങനെയല്ല. എന്നാലും ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും വേണ്ടേ?
അതായത് ഇപ്പൊ അതൊന്നല്ല, ഇവര് എല്ലാവരും അങ്ങനെ ഫ്രീഡമായിട്ട് എക്സാമ്പിൾ ഞാൻ പറയട്ടെ. കുട്ടികളെ നോക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. അതിന് വേറെ പട്ടികളെ നോക്കും. അത് ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. ഇനി ഇതിന്റെ പേര് വിവാദത്തിന് ഞാൻ പോകാനായിട്ട് അറിയില്ല. പക്ഷെ ഒരു കുട്ടീനെ ഇന്നിപ്പോ നോക്കിയോ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ പുറത്ത് ഭയങ്കര ഉണ്ടാവും. ഓരോ സ്ഥലത്തൊക്കെ വരുന്ന എന്താ പറയുന്ന ഈ ഇതിനെ നോക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ബോർഡിംഗ്. അല്ല, പട്ടികളുടെ ഈ കുളിപ്പിച്ച് center. ഗ്രൂമിങ് സെന്റർ. ഞെട്ടിപ്പോവും. ഇവിടെ കുട്ടികൾക്കില്ല ഇത്ര വലിയ ആശുപത്രി, ഗംഭീരമായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാനിപ്പോ അതായത് എല്ലാവരും ചിലപ്പോ ഞാൻ പട്ടി എന്ന് പറഞ്ഞതിന്റെ പ്രശ്നം പാമ്പിനെ പട്ടി എന്ന് പറഞ്ഞു, കണ്ടില്ലേ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ അപ്പൊ ഞാൻ ആ പട്ടീനോട് പറയും, അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ മോൻ എന്നൊക്കെ പറയും. ഞാനൊരു ഇത് പറയട്ടെ, ഇപ്പൊ എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ല എന്നുള്ളതിന് ഞാൻ എന്റെ ലൈഫിൽ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ എന്റെ മദർ ഇൻ ലോ ഇപ്പൊ ഇല്ല. അപ്പോ അമ്മ ഇതേപോലെ ആദ്യം ഈ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു, എന്താണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ? പക്ഷെ എന്താണ് നമ്മുടെ ഈ ബാഡ് പേരന്റ് ആവാതിരിക്കുക എന്നുള്ളതിന്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ നമുക്ക്. ആ ഒരു ഫിയറിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോ, എഡ്യൂക്കേറ്റ് ചെയ്തപ്പോ അമ്മ തന്നെ തിരിച്ചു പറഞ്ഞൊരു കാര്യമായിരുന്നു, ശരിയാ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ആരും സോറി. സോ അത് പിന്നെ നെക്സ്റ്റ് വൺ ഈ ഡോഗ്സിന്റെ കാര്യം പറയുമ്പോ, എനിക്ക് എന്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. ഇല്ല എനിക്ക് എന്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. സോ അത് നമ്മൾ ഒന്നിനെ റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഡോഗ് ഉള്ളത് ഒരു കുട്ടിയെ റീപ്ലേസ് ചെയ്യാ അങ്ങനെയല്ല. പക്ഷേ നമ്മള് ഇപ്പൊ ഞാനും എന്റെ പാർട്ട്ണറും എന്റെ ഡോഗും ഉണ്ടെങ്കിൽ അതും ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യും. ബിക്കോസ് അത് ആ ഡോഗ് ഫീൽ ചെയ്യുന്ന ഒരു എനർജി അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുകൊണ്ട് അതിനെയും ഒരു ഫാമിലി ആയിട്ട്, കാരണം ഇപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് ഫ്ലൈറ്റ് ചീപ്പസ്റ്റ് റേറ്റ് അല്ല, ആദ്യം നോക്കുന്നത് ഡോഗിനെ എവിടെ കൊണ്ട് നോക്കാൻ ആളുണ്ടോ, ആ ആൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ്. പിന്നെ ഒറ്റയ്ക്ക് വിടുന്ന സമയത്ത് സേഫ് ആണോ, എല്ലാം ഉണ്ടോ, കരയുന്നുണ്ടോ, ഞങ്ങൾ ക്യാമറയിൽ ചെക്ക് ചെയ്യും കരയുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. ബിക്കോസ് അത് നല്ലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഡോഗ് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ വന്ന ഒരു ചേഞ്ചസ് ആണ്. ഓക്കെ, എനിവേ ഈ ചർച്ച പോയാൽ ഉറപ്പായിട്ട് ഇത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമാണ് ആക്ച്വലി. സോ അല്ല, ഈ കുട്ടി പറയുന്നതിനെല്ലാം കാര്യം ഉണ്ടാവും. ചിലപ്പോ ഞങ്ങൾ അതിന്റെ ഒരു വേറൊരു നമുക്ക് വേണ്ട അതിന് മുമ്പത്തെ ഒരു തലമുറ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ നിങ്ങളുടെ പാരന്റ്സ് ചിന്തിച്ചിരുന്നെങ്കിൽ ഉണ്ടാവുമായിരുന്നു. നല്ല തീരുമാനമായിരുന്നു. എനിവേ ബാക്ക് ടു റേച്ചൽ അപ്പോൾ ഡിസംബർ 6 വരികയാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ മൂവി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.